ഹലോ മക്കളെ, ഷമീം സാറാണ്. അങ്ങനെ തേർഡ് അലോട്ട്മെന്റും വന്നു കഴിഞ്ഞു. ഒരുപാട് മക്കൾക്ക് തേർഡ് അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കാരണം അതിന് തെളിവാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് വേക്കൻസീസ് വിവിധ റിസർവേഷനിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ജനറൽ മെറിറ്റ് ആക്കി മാറ്റുമെന്ന് ഷമീം സാർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഇനി ബാലൻസ് ഉള്ളത് 4688 സീറ്റുകൾ മാത്രമാണ് വേക്കൻസി ആയി കിടക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സീറ്റിലേക്കും തേർഡ് അലോട്ട്മെന്റിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ഇത്ര സീറ്റുകളായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് ആകെ ടോട്ടൽ സീറ്റ് 3,17,596 ആയിരുന്നു. അതിൽ 3,12,908 സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് നടത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബാലൻസ് വരുന്നത് വെറും 4,688 സീറ്റുകൾ മാത്രമാണ്. പല ജില്ലകളിലും എന്താ പറയുക, 2 അക്കം മാത്രമേ ഉള്ളത്. അതായത് കോഴിക്കോട് 20 സീറ്റുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതുപോലെ മലപ്പുറത്ത് 95 സീറ്റുകൾ മാത്രമാണ് ബാലൻസ് ഉള്ളത്. തിരുവനന്തപുരത്ത് 94 സീറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 3 അക്കത്തിനപ്പുറത്തേക്ക് എവിടെയും ഇനി സീറ്റുകൾ ബാക്കിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സീറ്റുകളിലേക്കും ഇനി തേർഡ് അലോട്ട്മെന്റിൽ എന്ത് ചെയ്തില്ല, അലോട്ട്മെന്റ് ലഭിച്ചിട്ടും നോൺ ജോയിനിങ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. അത് എല്ലാ അലോട്ട്മെന്റിലും ഉണ്ടാവാറുണ്ട്. അത്തരം സീറ്റുകൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷമുള്ള അത്രയും സീറ്റുകളിലേക്കായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവസാനം വരെ കാണാം. ആർക്കൊക്കെയാണ് ഇനി തേർഡ് അലോട്ട്മെന്റിൽ അവസരം എന്നുള്ള അറിയണ്ടേ. ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലവും ഓപ്ഷനുകൾ നൽകാത്തതിനാലും അലോട്ട്മെന്റിന് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ അല്ലെങ്കിൽ നിലവിലുള്ള അപേക്ഷകൾ പുതുക്കി സമർപ്പിക്കാവുന്നതാണ് എന്നും പറയുന്നുണ്ട്. അതായത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും എന്തെങ്കിലും കാരണവശാൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം റിജക്റ്റ് ആയി പോയതോ അല്ലെങ്കിൽ എന്താ പറയുക, ഓപ്ഷൻസിൻ്റെ എണ്ണം കുറവായത് കാരണം അലോട്ട്മെന്റ് ലഭിക്കാതെ പോയവർക്കൊക്കെ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്ന അപേക്ഷ പുതുക്കി നൽകാം. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്ക് ഈ അവസരത്തിൽ തെറ്റുതിരുത്തി അപേക്ഷ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. തുടർ അലോട്ട്മെന്റുകൾക്കുള്ള വേക്കൻസിയും നോട്ടിഫിക്കേഷനും മുഖ്യഘട്ട പ്രവേശന സമയ പരിധിക്ക് ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് തേർഡ് അലോട്ട്മെന്റിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെ അല്ലേ, നാളെ 5 മണി, അതായത് 17-ാം തീയതി 5 മണി വരെയാണ് സമയം. പലർക്കും എന്താ പറയുക, ഇന്ന് ശക്തമായ മഴ ആയതുകൊണ്ട്, റെഡ് അലർട്ട് ആയതുകൊണ്ട് പല ജില്ലകളിലും എന്തായിരുന്നു, സ്കൂളുകൾക്ക് അവധിയായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തവർ തീർച്ചയായിട്ടും നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. കാരണം അത് നീട്ടി 18-ാം തീയതിയിലേക്ക് നീട്ടി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് ഇപ്പോഴും 17-ാം തീയതി 5 മണി തന്നെയാണ്. അതിലൊരു എന്താ പറയുക, ദീർഘിപ്പിക്കലും ഇതുവരെ നമ്മുടെ ഈ ഒരു സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് ലഭിച്ചവർ എല്ലാവരും നാളെ 5 മണിക്ക് മുമ്പായിട്ട് പാരൻസിനോടൊപ്പം പോയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് ലഭിച്ചവർ ആ സ്കൂളുകളിൽ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് പ്രവേശനം നേടണം. ഇനി താൽക്കാലിക ഓപ്ഷൻ ഇല്ല, താൽക്കാലിക അഡ്മിഷൻ എടുക്കുന്ന പരിപാടി ഇല്ല. എല്ലാവരും പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അഡ്മിഷൻ എടുക്കേണ്ടി വരും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അതിനുശേഷം വേക്കൻസി വരുന്ന സീറ്റുകളിലേക്കായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് വരും. ഷമീം സാർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ്, വെറും 4,688 സീറ്റുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു 1,45,000 കുട്ടികൾ പുറത്തായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പുറത്ത് തന്നെ ആയിരിക്കും. പുറത്ത് മീൻസ് അവരിനി പഠിക്കില്ല എന്നല്ല, അവർക്ക് VHSCയോ അല്ലെങ്കിൽ പോളിടെക്നിക്കോ ITO പോലെയുള്ള കോഴ്സുകളിലേക്ക് തിരിയേണ്ടി വരും. അതൊരു യാഥാർത്ഥ്യമാണ്. ഏറെക്കുറെ 3,12,908 കുട്ടികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, +1 അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പോലെ പഠിച്ചാൽ ഒരിക്കലും +1 ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല, ഫുൾ A+ എത്താൻ വേണ്ടി പറ്റില്ല, ഈവൻ പാസ്സാവാൻ പോലും പറ്റില്ല.
ഓക്കെ. എന്താ പറയുക, വിജയശതമാനം കുറവാണ്. 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് വിജയശതമാനം കുറവാണ് +1-ലും +2-ലൊക്കെ. കാരണം എന്താ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച അതേപോലെ പഠിക്കുന്നത് കൊണ്ടാണ്. അതിന് മാറ്റം വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് വരാം. അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് സയൻസ് സബ്ജക്റ്റ് അടിപൊളിയായിട്ട് ലൈവായിട്ട് പഠിക്കാം. അതുപോലെ കൊമേഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ജ്വാല ബാച്ചും അവൈലബിൾ ആണ്. ഒരുപാട് തവണ ഞാൻ പറഞ്ഞാണ്, നമ്മുടെ റിസൾട്ടൊക്കെ കാണിച്ച് നിങ്ങൾക്ക് പ്രൂഫ് അടക്കം നമ്മൾ തന്നിട്ടുള്ളതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.